നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും മഗ്ദലക്കാരത്തി മറിയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 16 വരെയും 18-ാം വാക്യവും ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞ് നോക്കിയപ്പോൾ യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നുവെന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയയെ എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ തുറന്ന കല്ലറ കണ്ട് യേശുവിന്റെ ശരീരം വല്ലവരും എടുത്തുകൊണ്ട് പോയതാണോ? എന്താണ് സംഭവിച്ചത്? ഒന്നും മനസ്സിലാകാതെ യേശുവിന്റെ 2 ശിഷ്യന്മാര് തിരിച്ചുപോയി. ഭയത്തോടും നിരാശയോടും കൂടെ തിരിച്ചുപോയി. എന്നാൽ ആ പ്രഭാതത്തിൽ ഇരുട്ടുള്ള സമയത്ത് മറിയ അവിടെ നിലകൊള്ളുകയാണ്. അവൾ പോയില്ല. അവൾ വീണ്ടും ആ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ വളരെ വിസ്താരമുള്ള ഒരു കല്ലറയാണത്. അന്നത്തെ രീതി അങ്ങനെയായിരുന്നു. പോരെങ്കിൽ യോസേഫ് എന്ന മന്ത്രി തനിക്കായി വെട്ടിയിരുന്നതായിരുന്നല്ലോ. അത് നല്ല വിസ്താരമുള്ള ഒരു കല്ലറയായിരുന്നു. ഭൂമിക്ക് അടിയിലല്ല, കുഴിയല്ല, മറിച്ച് ഒരു ഗുഹ പോലെ. ആ ഗുഹയിൽ 2 ദൈവദൂതന്മാർ ഇരിക്കുന്നത് അവൾ കണ്ടു. ഒരുത്തൻ കാൽക്കലും ഒരുക്കൻ തലയ്ക്കലും. അവർ ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തോട്ടക്കാരനെ പോലെ ഒരാളെ കണ്ടു. അയാളും ചോദിച്ചു, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ കാണുന്നില്ല. തോട്ടക്കാരനായ അങ്ങ് എവിടെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ പറയുക, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു മറിയേ എന്ന് വിളിക്കുകയാണ്. മുൻപ് പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. ഈ മഗ്ദലക്കാരത്തി മറിയ പാപിനിയായ സ്ത്രീ ആയിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അല്ല, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുള്ളത്, യേശുവിനെ അനുഗമിച്ചുകൊണ്ട് യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ഭൗതികമായ കാര്യങ്ങൾ, തുണിയുടെ കാര്യം, ഭക്ഷണത്തിൻ്റെ കാര്യം, ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന ചില സ്ത്രീകളുണ്ടായിരുന്നു. അതിൽ ഒരു സ്ത്രീ 7 ഭൂതം വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയായിരുന്നു. അപ്പോൾ സുബോധമില്ലാതെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഈ മറിയ. കർത്താവായ യേശു അവളിലെ ഭൂതത്തെ പുറത്താക്കി അവൾക്ക് സുബോധം നൽകി. അവൾ മറ്റ് സ്ത്രീകളോടുകൂടെ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ അനുഗമിക്കുകയായിരുന്നു. അവൾക്ക് ഇങ്ങനെ ഒരു ജീവിതം നൽകിയ, അവളുടെ ശാപം മാറ്റി അനുഗ്രഹം നൽകിയ യേശുവിനോടുള്ള സ്നേഹം നിമിത്തമാണ് അവൾ അതിരാവിലെ കല്ലറയ്ക്കൽ തൈലം പൂശാൻ വന്നത്. അവൾ ആ കല്ലറയ്ക്കൽ തനിച്ച് നിലകൊള്ളാനിടയായത്. ആ തോട്ടക്കാരൻ എന്ന് വിചാരിച്ച് ആ മനുഷ്യനോട്, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. എങ്ങോട്ട് കൊണ്ടുപോകും? അവളുടെ വീട് മഗ്ദല എന്ന സ്ഥലത്താണ്. എങ്ങോട്ട് കൊണ്ടുപോകും എന്നൊന്നും ചിന്തിക്കാതെ കർത്താവിനുള്ള സ്നേഹ നിമിത്തം തോട്ടക്കാരനോട് പറഞ്ഞു. പക്ഷേ തോട്ടക്കാരനായിരുന്നില്ല, യേശു ആയിരുന്നു. യേശു എന്ന് കൃത്യമായിട്ട് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് യേശു താൻ ആരാണ് എന്നവൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് മറിയ എന്ന് വിളിക്കുക. തോട്ടക്കാരന് ഇത് മറിയാണെന്നോ
ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ആ പഴയ വിളി അവൾക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഒരു ലക്ഷ്യബോധമില്ലാതെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, അവള് ഇന്ന് ഒരു യേശുവിൻ്റെ നല്ലൊരു ശിക്ഷയാണ്. അവൾക്ക് വലിയ ധൈര്യമുണ്ട്, കർത്താവിനോട് വലിയ സ്നേഹമുണ്ട്, കർത്താവിൻ്റെ ജനത്തോടും അവൾക്ക് സ്നേഹമുണ്ട്. ഇതാണ് യേശു ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരൊക്കെ ദൈവത്തിനെതിരായ ശക്തിയായ പിശാചിൻ്റെ സ്വാധീനമുള്ളവരാണ്. ചിലര് വളരെ മ്ലേച്ഛമായ പാപങ്ങൾ ചെയ്യുന്നുണ്ടാകാം, ചിലർ പക്ഷെ അത് ചെയ്യുന്നില്ലായിരിക്കാം, ചിലർ മതഭക്തരാകാം, ചിലർ അങ്ങനെ വലിയ ഭക്തിയൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പാപികളാണ്, എല്ലാവരും പിശാചിൻ്റെ അടിമകളാണ്. അവർക്ക് ജന്മസാഫല്യം അടയണമെങ്കിൽ, ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ആത്മീയ ജീവിതവും ധാർമ്മിക ജീവിതവും ഉണ്ടാകണമെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. മറിയ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിനാൽ ഈ ജീവിത രൂപാന്തരം ഉണ്ടായി. അവൾക്ക് വലിയ ധൈര്യവും അനുഗ്രഹവും ഉണ്ടായി. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ രൂപാന്തരം ഉണ്ടാകാൻ ദൈവം എവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.